എന്തുവാ ഇത്? നീ ഉന്നം വെച്ചോണ്ടിരിക്കുന്നു. എന്നെ തൊട്ട് ഉന്നം വയ്ക്കുന്നു. ഞാനിതൊക്കെ പഴയ നമ്മളൊരു ഇതിന്റെയൊക്കെ ഒരു ഇതായിരുന്നല്ലോ. എന്നാടാ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, പോകുന്നു. ഞാനേ തിരക്കണം. തിരക്കല്ല, പറഞ്ഞോളൂ. ഞാൻ വന്നോണ്ടല്ലോ, നീ വരാനും വരുന്നുണ്ടോ? നോക്കട്ടെ ഒരു സെക്കൻഡ്. കാര്യമില്ല, നിനക്ക് ഗുണമുള്ളൊരു കാര്യം പറയാൻ വന്നതാണ്. ഗുണോ? നിനക്ക് മാത്രം ഗുണമുള്ള, എനിക്കല്ല ഗുണം, നിനക്ക് മാത്രം. സംസാരിക്കാൻ പറ്റുമോ? പിന്നെ നമ്മൾ അപ്പുറത്ത് കടക്കകത്തേക്ക് ഇരിക്കാം. വാ ചോമൈ അതേ പറയുന്ന രഹസ്യമായിരിക്കും. നമ്മളല്ല, ഈ നിന്റെ അടുത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് പബ്ലിക്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ പറഞ്ഞു പറയുന്ന കാര്യം പരമ രഹസ്യമാണെങ്കിൽ പറയുള്ളൂ. നിനക്ക് മാത്രം ഗുണമുള്ള കാര്യമാണ്. എനിക്ക് മാത്രം നിനക്ക് ഗുണമൊന്നുമില്ല. എനിക്ക് എന്നെ ഗുണം നിനക്കറിയാൻ പാടില്ലേ? അതെ, 13-ാം വാർഡില് സ്ഥാനാർത്ഥിയില്ല KDP. സ്ഥാനാർത്ഥി ഉണ്ട്, കൊള്ളാവുന്ന ഒറ്റ സ്ഥാനാർത്ഥി ഇല്ല. അപ്പൊ ഇന്നലെ കമ്മിറ്റി കൂടിയപ്പോ ഞാൻ പറഞ്ഞു നിന്റെ പേര് എന്റെ പേര് പറഞ്ഞു. അത്തേട്ടം പറഞ്ഞു എടാ ജയിക്കാൻ പറ്റുന്ന ഒരാൾ വേണ്ട നമുക്ക് ഇവിടെ നിർത്താൻ. ജയിക്കാൻ നീ ജയിക്കുമ്പോ പറഞ്ഞ ശരി പറഞ്ഞ മനസ്സിലാക്കി. മത്സരിക്കാൻ തടസ്സം പറഞ്ഞോ? മത്സരിച്ചാൽ ജയിക്കുവോ? അതാണ്. ജയിക്കുന്ന മാത്രമല്ല സുഹൃത്തെ, വിളിച്ചോട്ടെ. പ്രസിഡന്റാ നീ, പ്രസിഡന്റ്. ഞാനോ? പിന്നല്ല, ആരാ? ഞാനാണോ? നീ നനച്ചു മത്സരം ജയിച്ചാൽ ഞാൻ ഇന്നലെ ഈ വിഷയം അവിടെ പറഞ്ഞപ്പോ ചെറുപ്പക്കാരിയും ഒന്നടങ്ങ് എണീറ്റെന്ന് കൈയടിക്കുന്നു. ഞാൻ നിന്റെ പേര് പറയുമോ? എണീറ്റെന്ന് കൈയടിക്കുന്നു. എനിക്ക് ഇപ്പൊ നോക്കി രോഗം എഴുതിയിരിക്കുന്നു. അതാണ് കാരണം നീ പണ്ട് കൊടുത്ത് വലിയ പ്ലെയർ, ക്രിക്കറ്റ് കളിക്കാതെ സ്പോർട്സ് ലൈബ്രറി ഒക്കെ ആയിട്ട് നടന്നാളല്ലേ. എല്ലാവർക്കും മനസ്സിലൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞോ. കുറെ കാരണന്മാര് പോട്ടെ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മത്സരം ജയിക്കാൻ പറ്റുന്ന അവസരമാണ്. KDP-ക്കാർ എന്നോട് പറഞ്ഞു വേറെ ആരും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല, ഓടി വന്നു. ഞാൻ പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞു. നിന്നെ ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എന്റെ കൂടെ. ഇത് മാറണം, നീ നീല ഷർട്ടൊക്കെ മാറണം. വെള്ള ഷർട്ട് ഇടണം. നമുക്ക് 4 ജോഡി വെള്ള ഷർട്ട് എടുക്കണം. അല്ല 5 ജോഡി. ഒരു ജോഡി എനിക്ക്. ഞാൻ നിന്റെ കൂടെ നാളത്തെ ഇറങ്ങാൻ പോവാം. ഈ ജീൻസ് എല്ലാം ഞാൻ ഇറങ്ങുവാ. ശരി ശരി. പദവി, സ്റ്റാറ്റസ്, വെള്ളയിട്ട് ആളുകളുടെ ഇടപഴകി ഇങ്ങനെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തുറന്ന ജീപ്പില് ചെണ്ടമേളം, വലിയ ചെണ്ടമേളം, ക്ലാസിക് ഡോൾ, ഇതെല്ലാം വെച്ച് ടൗണിൽ കൂടെ നിന്നെ ഇങ്ങനെ കൊണ്ടുപോകും. ഒന്ന് ആലോചിച്ചു നോക്കി. ആലോചിച്ചോ? ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? എല്ലാവരും എനിക്ക് ഇത് നടത്തുമോ? 3 മാസം കട അടച്ചു നമ്മളെ കാണാം. അതൊന്നും ഒരു പ്രശ്നം. അപ്പൊ സംഭവിച്ചേ കാര്യങ്ങളൊക്കെയാണേ ഞാൻ നീങ്ങുവാണേ അവിടെ പറയട്ടെ. പറഞ്ഞു 3 മാസം കട അടച്ചു നമ്മൾ ഇറങ്ങുന്നു, ജയിക്കുന്നു, പൊട്ടുപൊളി ചെയ്യുന്നു. പൈസ കുറച്ച് കൊടുക്കണം. എല്ലാവരും വരും. പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഇറങ്ങാൻ റെഡിയാ. പൈസ വെച്ച് കൊടുക്കണം. കുറച്ച് ശരി, ബാക്കി പൈസ പാർട്ടി കൊടുക്കും. നമുക്ക് ബാക്കി എടുക്കാം, സംഘടിപ്പിക്കാം. വേറെ കടായി നീ വാക്ക് മാറി. ഞാൻ പറയുന്നു ഇങ്ങനെയൊക്കെ കേട്ടപ്പോ നമ്മള് ഒരു പണി 1000 രൂപ സെറ്റപ്പ് തുടങ്ങണ്ടേ? ഇപ്പൊ തുടങ്ങി, വർക്ക് തുടങ്ങി. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞു. പോളിയെ വിജയിപ്പിക്കും. നാളെ ഫോട്ടോ എടുക്കണം. ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ 1000 രൂപ. ഇപ്പൊ 1000 രൂപ, നാളെ 500 താട്ടെ. ഇട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശ്രീ പോളി 13-ാം വാർഡിൽ നിന്നും 3000 വോട്ടിന് പരാജയപ്പെട്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ നാറി, എൻ്റെ മോനായി, നീ കാരണം വെറുതെ എൻ്റെ 5-6 ലക്ഷം രൂപയും പോയി.
എന്തൊക്കെയായിരുന്നു യുവാക്കള്, ചെണ്ടമേളം, ദാസിക് ഡോള്, വണ്ടിയിൽ എഴുന്നള്ളിയത്. പറയുന്നു